ഇത് 2022 ആണ്. എക്സഡ് ആണ് വേരിയന്റ്. പിന്നെ ഡീസൽ മാനുവലാണ്. സിംഗിൾ ഓണർ 30,000 കിലോമീറ്റർ ഓടിക്കുള്ളൂ. ഇനി ക്രെറ്റ വേണ്ടാത്തവർക്ക് സെൽട്ടോസ് എടുക്കാം. KL 41 ആലുവ രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. ഒരു ഓറഞ്ച് കളറൊക്കെ കാണുന്നുണ്ടല്ലോ. അത് ആനിവേഴ്സറി എഡിഷൻ ആണ്. HTX ആണ്. HTX ആണ് ഓപ്ഷൻ. സിംഗിൾ ഓണർഷിപ്പ്. പ്രോപ്പർ സർവീസ് പോയിട്ടുണ്ടല്ലോ. ഓക്കെ. വലിയ മെയിൻ്റനൻസ് സൈഡ് ഒന്നും പേടിക്കണ്ടാത്ത, എന്നാലും അത്യാവശ്യം മൈലേജ് കിട്ടൂല്ലേ? അത്യാവശ്യം ഉണ്ടാവും. 13-14 അറേഞ്ച് കിട്ടൂല്ലേ? പിന്നെ അറിയാം, A4 യാത്രാസുഖം, നല്ല യാത്രാസുഖമുള്ള കാറാണ്. ചെറിയ ബഡ്ജറ്റിൽ ഒരു നല്ല പ്രീമിയം കാർ. മൈലേജും കിട്ടും. ഒരു 15-18 റേഞ്ച് മൈലേജ് ഉണ്ടാവും. 15ന്റെ മുകളിലൊക്കെ ഈസി ആയിട്ട് കിട്ടും. ഈ കാണുന്ന പോലെ തന്നെ കുറച്ച് ഫിറ്റിംഗ്സ് ഉണ്ട്. ലെതർ സീറ്റ്സ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. പിന്നെ ഹാൻഡിൽസ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. വണ്ടി കാണാൻ ലൈറ്റ് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് അഡീഷണൽ. അനസ് ഭായ്, എന്തൊക്കെയുണ്ട് ജീവിതത്തിന് വിശേഷം? സുഖം. നല്ല മഴയല്ലേ? മഴ. ഓക്കെ. ഞാൻ ഇപ്പോൾ രാവിലെ കോഴിക്കോട് നിങ്ങൾ കൊടുങ്ങല്ലൂർ വന്നതാണ്. മൊത്തം മഴയാണ്, വരുന്ന വഴി മൊത്തം മഴയാണ്. അപ്പോൾ TG7 നമ്മൾ വന്നിരിക്കുന്നത് കൊടുങ്ങല്ലൂർ അമ്പലത്തിൻ്റെ അടുത്ത് ഒരു 1 കിലോമീറ്റർ താഴെ. ഓക്കെ, അതിൻ്റെ താഴെ. അതായത് നമ്മളെ പാരൽ ഹൈവേ ഉണ്ട്. ഹൈവേക്ക് പാരലായിട്ട് തന്നെ, പുതിയ ഹൈവേ വരുന്നതിൻ്റെ പാരലായിട്ട് തന്നെ ഉണ്ട് അല്ലേ? ഓക്കെ. നമ്മളിവിടുത്തെ 3-ാമത്തെ എപ്പിസോഡാണിത്. അത് ഫസ്റ്റ് എപ്പിസോഡിൽ തകർപ്പൻ എൻക്വയറി ആയിരുന്നു അല്ലേ? ഓഫർ കാര്യങ്ങളൊക്കെ. ഓക്കെ. ഇന്ന് എങ്ങനെ ഓഫർ ഉണ്ടോ? ഇന്നും നമ്മൾ മാക്സിമം നല്ലൊരു പ്രൈസിൽ തന്നെ ആയിരിക്കും മുന്നോട്ട് പോവാൻ എന്തായാലും. ഓക്കെ. ഓണത്തിന്റെ ഒരു സ്പെഷ്യൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ എന്തായാലും കണ്ടു നോക്കാം. ക്വാളിറ്റി വെഹിക്കിൾസ് തന്നെയാണ്. ഇപ്പൊ എത്ര വർഷമായി ഈ ഒരു ഫീൽഡിൽ? 20 വർഷമായി. ഞങ്ങളുടെ വണ്ടികൾ എപ്പോഴും ഹിസ്റ്ററി ഇല്ലാത്ത ഒരു വാഹനം, ഒരു കാറും ഇതിനകത്തില്ല. അതാണ്, പ്രീവിയസ് ഹിസ്റ്ററി ഇല്ലാത്ത ഒരു കാറും ഞങ്ങൾ മേടിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടായിട്ട് ഞങ്ങൾ കൊണ്ടുവന്നത്. കസ്റ്റമർ ഇനി രാത്രി ഏത് സമയത്ത് വന്നാലും, ഇപ്പോൾ ഷോറൂം അടച്ചു കഴിഞ്ഞാൽ, അതായത് കമ്പനി ഷോറൂം അടച്ചാൽ പോലും ഇനി 9 മണിക്ക് 10 മണിക്ക് വന്നെടുത്താലും നമ്മുടെ സിസ്റ്റത്തിൽ ഹിസ്റ്ററി ഞങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കും. ഓക്കെ. അത്ര ഉറപ്പിച്ച് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടു നോക്കാം സ്റ്റോക്ക്. പ്രീമിയം വണ്ടികൾ, ഒറിജിനൽ കേരള പ്രീമിയം വണ്ടികളും ഒക്കെ ഇവിടെ ലഭ്യമാണ്. പക്ഷേ ഇന്ന് കുറച്ച് മിഡിൽ സെഗ്മെൻറ്റിലാണ് കൂടുതൽ കാണിക്കുന്നത് അല്ലേ? ഓക്കെ. എന്തായാലും വീഡിയോയിലോട്ട് പോകാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ. ഓക്കെ. വീഡിയോ മഴയുടെ ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ട്, ക്ഷമിക്കണം. നമ്മുടെ ആദ്യ വാഹനം കെയുടെ കാർണിവലാണ്. KL 51 രജിസ്ട്രേഷൻ വാഹനമാണ്. അപ്പോൾ ആദ്യം കുറച്ച് ഹെവി തുടങ്ങിയ ജസ്റ്റ് പേടിക്കണ്ട, ഇനിയൊക്കെ മിഡ് സെഗ്മെന്റ് ആണ് അല്ലേ? ഓക്കെ. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2020 വണ്ടി. 21 ഡെലിവറി രജിസ്ട്രേഷൻ വരുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ എന്നുള്ളതാണ്. കറക്റ്റ് കമ്പനി മെയിൻറ്റൈൻഡ് ആണ്. അതായത് 4 വർഷം കൊണ്ട് അല്ലേ? 35,000 കിലോമീറ്റർ. ഓക്കെ. വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് പോയിട്ടുണ്ട് അല്ലേ? വണ്ടി പക്ക. ഇന്റീരിയറിന്റെ ഒക്കെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും, നല്ല ക്ലീൻ ആയിട്ടുള്ള ഏറ്റവും ടോപ്പിന്റെ അല്ലേ? ഏറ്റവും ടോപ്പിന്റെ വാഹനം. ഓക്കെ. എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? ചെറിയൊരു ഫാൻസി നമ്പറും ഉണ്ട്. നമുക്ക് 26 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 26 ലക്ഷത്തിന് ഒറിജിനൽ കേരള വണ്ടിയാണ്. 5050 അതാണ് നമ്പർ വരുന്നത്. 20 മോഡൽ, 21 രജിസ്ട്രേഷൻ. ഇതിന്റെ വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല അല്ലേ? പക്ഷെ എന്നാലും വണ്ടി കിയ അങ്ങനെ വലിയൊരു അങ്ങനെ പൈസ ഒന്നും വരുന്ന വണ്ടിയല്ല. എന്നാലും നമുക്ക് വേണമെങ്കിൽ വാറണ്ടി പ്രൊവൈഡ് ചെയ്യാം. അതായത് നമുക്ക് ഔട്ട്സോഴ്സ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു വെൽഫെയർ എടുക്കാൻ നടക്കുന്നില്ലെങ്കിൽ ഇതിലേക്ക് വരാം. ചെറിയ ബഡ്ജറ്റിൽ ഇതിലേക്ക് വരാം. ലോൺ എത്ര കയറും? വളരെ ലോൺ എങ്ങനെ ആയാലും എനിക്ക് തോന്നുന്നു ഒരു 24 എന്തായാലും കയറേണ്ടതാണ്. 24-25 അടുപ്പിച്ചിട്ട് തന്നെ ഒരു 1-2 ലക്ഷം കണ്ടിറക്കാം. 1-2 ലക്ഷം രൂപ ഈസി ആയിട്ട് ഇറക്കി കൊടുക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ താല്പര്യം വിളിച്ചോളൂ. ഫുൾ ഹിസ്റ്ററി എല്ലാം ലഭിക്കുന്ന വാഹനമാണ്. ഇത് പൊതുവെ മൈലേജ് എങ്ങനെ? മൈലേജ് എന്തായാലും ഒരു 10 to 12, 10-12 ഇടയിലൊക്കെ പ്രതീക്ഷ. വലിയ വണ്ടിയല്ലേ? അത്ര കിട്ടുന്നുണ്ട് അല്ലേ? ഇന്നോവയുടെ മൈലേജ് ഒക്കെ കിട്ടും. ഇന്നോവയുടെ മൈലേജ് തന്നെ നമുക്ക് പ്രതീക്ഷിക്കും എന്തായാലും. ഓക്കെ. അടുത്ത വണ്ടി. അടുത്തത് Volkswagen Tiguan KL 7 എറണാകുളം രജിസ്ട്രേഷൻ വാഹനം. ഇതെങ്ങനെ ഡീറ്റെയിൽ? സിംഗിൾ ഓണർ ആണ്. 2022 ആണ്. 39,000 കിലോമീറ്റർ ഓടിയേക്കണ്. വണ്ടി ക്ലീൻ ആണ് തന്നെ പറയാം. എല്ലാ സർവീസും പ്രോപ്പറായിട്ട് പോയിട്ടുണ്ട്. ടൈഗൂണിന്റെ 1 ലിറ്റർ ഹൈലൈൻ ഓട്ടോമാറ്റിക് ആണ്. ഹൈലൈൻ സ്റ്റാർട്ടിംഗ് ഓപ്ഷൻ ആണ്. ഹൈലൈൻ ഓട്ടോമാറ്റിക് അല്ല? ഹൈലൈൻ അല്ല സ്റ്റാർട്ടിങ്. ഹൈലൈൻ്റെ താഴെ കംഫർട്ട് ലൈൻ വരുന്നുണ്ട്. കംഫർട്ട് ഉണ്ട് ഇതിൽ. ഓക്കെ. ഹൈലൈൻ എന്ന് പറയുന്നത് മിഡാണ്. സൺറൂഫ് വരില്ല, സീറ്റ് വെന്റിലേഷൻ ഉണ്ടാവില്ല, അങ്ങനത്തെ കുറച്ച് ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവില്ല. ഓട്ടോമാറ്റിക് ആണ്. അത്യാവശ്യം മൈലേജ് ഉണ്ട്. 1 ലിറ്റർ അതിന്റെ പേരിൽ അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. 1 ലിറ്റർ ടർബോ അല്ലേ? ടർബോനാണ്. അപ്പോൾ എത്ര കിട്ടും ഏകദേശം? എനിക്ക് തോന്നുന്നു എന്തായാലും ഒരു 15ന്റെ മുകളിൽ തന്നെയാണ്. എക്സാക്ട് അല്ല, ഞാൻ പറഞ്ഞു 15ന്റെ മുകളിൽ. അധികം ടർബോ കത്തിക്കരുത്, അധികം കത്തിച്ചാൽ കുറയും. വണ്ടി ഒരു ജർമ്മൻ
ഒരു ക്വാളിറ്റി ഉള്ള വണ്ടിയാണല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ വണ്ടി. ഓക്കെ, അപ്പോൾ നല്ലൊരു കോമ്പാക്ട് SUV സെഗ്മെന്റ് ആണ്. ഇത് മാത്രമല്ല, അപ്പുറത്ത് കുഷാക്ക് വരുന്നുണ്ട്. ഓക്കെ, രണ്ടിനുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എത്ര കൊടുക്കാം? ഇത് നമുക്കൊരു 11,70 കൊടുക്കാം. 11,70,000 2022 ഓട്ടോമാറ്റിക് ഹൈലൈൻ 1 ലിറ്റർ ടൈഗോൺ. 90% തന്നെ ലോൺ കിട്ടും. ഒരു 10-15 ഉള്ളിലൊക്കെ ആയിട്ട് ലോൺ പ്രതീക്ഷിക്കാം. മാക്സിമം കിട്ടും അല്ലേ? അപ്പോൾ ചെറിയ ഡൗൺ പേയ്മെന്റ് ഇറക്കാം. ഫുൾ ഹിസ്റ്ററി ഇല്ലേ? ഫുൾ ഹിസ്റ്ററി ഉള്ളതുണ്ട്. ഓക്കെ, വാറണ്ടി ഇപ്പോൾ കഴിഞ്ഞോ? വാറണ്ടി കഴിഞ്ഞിട്ടുണ്ടല്ലേ? ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. ഇതാ നേരെ നമ്മൾ കുഷാക്കിലേക്ക് എത്തി. KL 1 തിരുവനന്തപുരം രജിസ്ട്രേഷൻ വാഹനമാണ്, സ്കോഡ കുഷാക്ക്. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2022 സെയിം മോഡൽ തന്നെ അല്ലേ? സെയിം ആണ് വണ്ടി. പക്ഷേ ഇത് ഏറ്റവും കൂടിയ വണ്ടിയാണ്, 1 ലിറ്ററിൽ ഏറ്റവും കൂടിയ വണ്ടി. സ്റ്റൈല്, അതായത് സ്റ്റൈൽ പ്ലസ് എന്തോ വരുന്നുണ്ട്, അതായത് സീറ്റ് വെന്റിലേഷൻ ഒക്കെ വരുന്ന വണ്ടിയത് എല്ലാം വരുന്നില്ല. ഓക്കെ, ഏകദേശം 30,000 അടുത്ത് ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ, കറക്റ്റ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്, പ്രോപ്പർ ഹിസ്റ്ററി ഉള്ള വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് തന്നെ കിടക്കുകയാണ്. രണ്ടും സെയിം സാധനം തന്നെയാണ്. ഫോക്സ് വാഗണും ലുക്കുള്ള വ്യത്യാസമുണ്ട്. റെഡ് അട്രാക്ഷൻ ആണ്, അത് പറയില്ല. പിന്നെ ഈ ഗ്രില്ലിലും കാര്യങ്ങളൊക്കെയുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ. ബാക്കി പെർഫോമൻസ് വൈസും എല്ലാം സെയിം ആണ് അല്ലേ? ഓക്കെ, ഇതിനിപ്പോൾ എത്രയാണ് ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 13,90,000 കൊടുക്കാം. 13,90,000. ഇത് ടോപ്പ് എൻഡിലേക്ക് പോയാൽ നേരത്തെ ടോപ്പിൻ്റെ താഴത്തെ ഓപ്ഷൻ ആയിരുന്നു. ഇതിന് സീറ്റ് വെന്റിലേഷൻ അത്രയും ഫീച്ചേഴ്സ് മാറ്റം വരുന്നുണ്ട്. പിന്നെ ഈ കളറിന് പ്രത്യേകത ഉണ്ട് അല്ലേ? സൺറൂഫ് അടക്കം വരുന്നുണ്ട് ഇതിൽ. ഇതിപ്പോൾ വാറണ്ടി കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? 4 മാസം വാറണ്ടി കഴിഞ്ഞു. എന്താ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ലോണ് 90% വരുമോ? കൊടുക്കാം. ഓക്കെ, ഇതും ഓട്ടോമാറ്റിക് അല്ലേ? ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, അടുത്ത വണ്ടിയില്ലേ? 3 ടാറ്റ ഹാരിയർ ബ്ലാക്ക് ഇങ്ങനെ നിരത്തിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിനെ തുടങ്ങാം. ഇതിന് തുടങ്ങാൻ കാരണം വേറൊന്നുമല്ല, കുറച്ച് എക്സ്ട്രാ ലോഡിങ്സ് കയറ്റിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, KL 61 രജിസ്ട്രേഷൻ ആണ്, സിംഗിൾ ഡിജിറ്റ് നമ്പറാണ്. നമ്പർ കണ്ടില്ല, 0003. ഓക്കെ, എങ്ങനെയാ? പിന്നെ 2021 മാനുവല് 45,000 കിലോമീറ്റർ ഓടിയേക്കണ ഡാർക്ക് എഡീഷൻ ആണ്. XZA പ്ലസ് സൺറൂഫ് പനോറമിക് വരുന്ന വണ്ടിയാണ്. ഏറ്റവും ടോപ്പിന്റെ ഓട്ടോമാറ്റിക് വാഹനമാണ്. ലെതർ സീറ്റ്സ് ഒക്കെ വരുന്ന 21 മോഡൽ അല്ലേ? എത്ര? 45,000. ഓക്കെ, പിന്നെ ഇതിന്റെ വീൽസ് ഒക്കെ ഒന്ന് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്, കുറച്ചും കൂടി നല്ല, ഏകദേശം ഒരു 1 ലക്ഷം രൂപ താഴെ വരുന്ന ലോഡിങ്സുകൾ ഉണ്ട് ഉണ്ടല്ലേ? ഓക്കെ, നല്ല അടിപൊളി വീൽസ് ആണ്. എന്തായാലും സാധാരണ ഹരിയർ കാണുന്ന ടൈപ്പല്ല. ഇത് ഇഷ്ടപ്പെടാത്തവർക്ക് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വീലും ഉണ്ട്, നമ്മുടെ വീലുണ്ട്. ഓക്കെ, അപ്പം വേണമെങ്കിൽ ഒരു മാറ്റിയിട്ട് ഇത് ചെയ്യാം. കുറെ ലൈറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സർവീസ് പ്രോപ്പർ സർവീസ് എല്ലാം കറക്റ്റ് കമ്പനി തന്നെ പോയി. എത്ര കഴിഞ്ഞ 40 കഴിഞ്ഞ ഇപ്പോൾ ലാസ്റ്റ് 40 ചെയ്തേക്കുന്നത്. നീ 50 ചെയ്യണം. അതെ, ഓക്കെ. അപ്പോൾ എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 14,25,000 രൂപയ്ക്ക് കൊടുക്കാം. 14,4 ലക്ഷം രൂപയ്ക്ക് 2021 ഹാരിയർ 45,000 കിലോമീറ്റർ ഓടിയ XZA പ്ലസ് സെറ്റോ ടോപ്പിൻ്റെ ഡാർക്ക് എഡിഷൻ വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു ക്ലെയിം ഇല്ലാത്ത മതി അല്ലേ? ഓക്കെ, ഇതിന് പൊതുവേ മാനുവൽ മൈലേജ് എങ്ങനെ കിട്ടും ലോങ്ങിലൊക്കെ? മാനുവൽ എന്തായാലും ഒരു 14 to 16 ഇടയിൽ എന്തായാലും കിട്ടും ലോങ്ങിലല്ല. ടൗണിലൊക്കെ ഒരു 12-13 ഉണ്ടാകും. ഇതും ഡാർക്ക് എഡിഷൻ തന്നെ, KL 16 ആറ്റിങ്ങൽ രജിസ്ട്രേഷൻ വാഹനം. ഇത് ടോപ്പല്ല? ഏറ്റവും ടോപ്പല്ല. XZ പ്ലസ് തന്നെ മാനുവൽ സെയിം സാധനം അല്ലേ? ഏതാ വർഷം? ഏതാ? 2021 തന്നെ. അപ്പോൾ 14 കാലം തന്നെ അല്ല, വില ഇതിലൊരു ചെറിയ സംബന്ധിച്ച് ഇത് സെക്കൻഡ് ഓണർ ആയിട്ടുണ്ട്. സെക്കൻഡ് ഓണറായി, മറ്റേ സിംഗിൾ ഓണറായിരുന്നു. ഓട്ടോ എത്ര പോയി? സെയിം ഓട്ടം തന്നെ, 45,000 താഴെയാണ്. അപ്പോൾ ഇപ്പം വ്യത്യാസം മനസ്സിലാവും നിങ്ങൾക്ക്. ഓണർഷിപ്പ് മാറുമ്പോഴുള്ള വ്യത്യാസം എത്ര ഉണ്ടെന്നില്ല. എങ്ങനെ എത്ര? നമ്മൾ 13,90,000. 13,90,000. മറ്റേ 14 കാലമായിരുന്നു ചോദിച്ചാൽ ഇത് 13,90,000. സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ വരുമ്പോൾ കിലോമീറ്റർ, ഓണർഷിപ്പ് ഇതൊക്കെ വണ്ടിയിലെ കാര്യങ്ങളിൽ. ഓക്കെ, 13,90,000 സെയിം വണ്ടി തന്നെ, സെയിം ഓട്ടം, സെയിം വർഷം തന്നെ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോണ് ഒരു 13.5 കിട്ടും. എന്തായാലും കിട്ടും. 13 എന്തായാലും കിട്ടും. പിന്നെ ഓരോരുത്തരുടെ പ്രൊഫൈൽ അനുസരിച്ച് കുറച്ചും കൂടി കയറാനൊക്കെ ചാൻസ്. വേറെ വർക്കൊന്നുമില്ല. വണ്ടി പക്ക ക്ലീൻ തന്നെയാണ്, മെക്കാനിക്കലി വെരി ഗുഡ്. നല്ല പക്കായിട്ട് സർവീസ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. നമ്മളങ്ങനെ അവസാനത്തെ ഹാരിയറിലേക്ക് എത്തിയിരിക്കുകയാണ്. KL 1 തിരുവനന്തപുരം രജിസ്ട്രേഷൻ വണ്ടി. വേറെ ഇല്ലല്ലോ ഹാരിയർ ഇപ്പോൾ? വേറെ ഹാരിയർ സ്റ്റോക്ക് ഉണ്ട് ഇപ്പോൾ? വേറെ ഇല്ല. എങ്ങനെ ഡീറ്റെയിൽ? ഇത് വ്യത്യസ്തം എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് ആണെന്നുള്ളതാണ് മെയിൻ വ്യത്യാസം. ബാക്കി വർഷമല്ല സെയിം? വർഷമൊക്കെ സെയിം ആണ്. കിലോമീറ്റർ കുറച്ച് കൂടുതലാണ്. എത്രയുണ്ട്? ഏകദേശം 60ന്റെ അടുത്തായിട്ട്. 60,000 ഓടി അല്ലേ? 40,000 കിലോമീറ്റർ അധികം അല്ല, സോറി 10-15,000 കിലോമീറ്റർ അധികം ഓടി. ഓക്കെ, 2021 തന്നെ XZA പ്ലസ് ഏറ്റവും ടോപ്പിൻ്റെ വാഹനം. ഡീസൽ 2 ലിറ്റർ ഡീസൽ തന്നെയാണ് വരിക. എഞ്ചിന് മൈലേജ് മറ്റേനേക്കാൾ ഒരു 1-2 കുറയും. 2 കിലോമീറ്ററൊക്കെ എന്തായാലും 2 കിലോമീറ്ററൊക്കെ കുറയും, അത്രയേ ഉള്ളൂ. ഇതിലും വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ല. ഒന്നുമില്ല. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്.
അപ്പോൾ ഓട്ടോമാറ്റിക് വരുമ്പോൾ എത്ര മാറും വില? ഓട്ടോമാറ്റിക് 15,50 വരും. 15,50,000 അത്രയും മാറ്റം വന്നു. മറ്റേ 14,400 ഫസ്റ്റ് ചോദിച്ച വണ്ടിയിൽ നിന്ന് നേരെ 15 അല്ലേ ഇത്? ഓക്കെ, അതാണ് വ്യത്യാസം. ഓക്കെ, ലോണിൽ എത്ര കിട്ടാൻ ചാൻസ് ഉണ്ട്? ലോൺ എന്തായാലും ഒരു 14 ലക്ഷം രൂപ മേടിക്കാൻ പോകും. 14 ലക്ഷം ഈസിയായിട്ട് വരും. അടുത്ത നമ്മളൊരു പ്രീമിയം കാറ്റഗറിയിലേക്ക് കയറാണ്. സ്കോഡ സൂപ്പർ KL 33 രജിസ്ട്രേഷൻ, നമ്പർ വന്നിട്ട് 11 അല്ലേ? 11. എങ്ങനെയാണ് ഡീറ്റെയിൽ? 2016 പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത്ര വർഷം കൊണ്ട് 9 വർഷം കൊണ്ട് വെറും 35,000 കിലോമീറ്റർ മാത്രം. സിംഗിൾ ഓണർ, എല്ലാ സർവീസും പ്രോപ്പർ കമ്പനി തന്നെ ചെയ്തിട്ടുള്ള വണ്ടി. പരിപാടിക്കെല്ലാം കറക്റ്റ് പോകുന്നു, എല്ലാം പ്രോപ്പർ ആയിട്ട് ചെയ്തിട്ടുള്ള. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റൈലാണ് ഇതിന്റെ ഓപ്ഷൻ വരുന്ന സ്റ്റൈല്. LNK ആണ് വരാറ് ഇതിന്റെ ഏറ്റവും കൂടിയത്. പക്ഷെ ഇത് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുള്ള സൺറൂഫ് പാനോറമിക് തന്നെ വരുന്നുണ്ട്. അലോയ് വീൽസ് കുറച്ച് കാര്യം, അലോയിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങളാണ് LNK ആയിട്ട് ചേഞ്ച് വരുന്നത്. വണ്ടി പക്ഷെ ബെസ്റ്റ് വണ്ടി, ഒന്നും പറയാനില്ല. 2016 വെറും 35,000 അല്ലേ കിലോമീറ്റർ, ലോ കിലോമീറ്റർ വാഹനം, പെട്രോൾ ഓട്ടോമാറ്റിക്. മൈലേജ് തീരെ കുറവായിരിക്കും, പക്ഷെ പെർഫോമൻസ് ആയിരിക്കും അതിൻ്റെ ഒരു. എന്നാലും മൈലേജ് 10-12 എന്തായാലും കിട്ടും. 12 കിട്ടും, എന്തായാലും കിട്ടും. ഓക്കെ, എത്രയാണിപ്പോൾ? ഇത് 14 ലക്ഷം രൂപയാണ് ചോദ്യം നമ്മൾ ചോദിക്കുന്നത്. എന്തെങ്കിലും ഒരു നല്ല ജെന്യുവൻ ആയിട്ടുള്ള ഒരാളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കുറച്ച് കൊടുക്കാം. പിന്നെ ലോൺ ആണെങ്കിലും 100% ലോൺ വീഴും. ലോൺ കിട്ടും. 14 ലക്ഷത്തിന് 14 ലക്ഷത്തിന് 2016 മോഡൽ 35,000 കിലോമീറ്ററോടെ ടോപ്പിൻ്റെ തൊട്ട് താഴെ ഓപ്ഷൻ വരുന്ന ഈ ഒരു സൂപ്പർബ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇതിനൊക്കെ മെയിൻ്റനൻസ് കോസ്റ്റ് എത്ര വരും? സാധാരണ ഒരു ജനറൽ സർവീസ് ചെയ്യുകയാണെങ്കിൽ സ്കോഡൻ്റെ ഒക്കെ എങ്ങനെ? നോർമല് ഇപ്പം പഴയ സ്കോഡനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ വണ്ടികൾക്കൊക്കെ കുറച്ചും കൂടി മെയിൻ്റനൻസ് കുറവാണ് അല്ലേ? പിന്നെ 16 ശേഷമൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ വരും. പഴയ വണ്ടികളിലാണ് കുറച്ചും കൂടി ഉണ്ടാവുന്നത്. പക്ഷേ ഇപ്പൊക്കെ എല്ലാ സംഭവങ്ങളും എല്ലാം പാർട്സിന്റെ അവൈലബിലിറ്റി ആണെങ്കിലൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടാത്ത അവസ്ഥ ഒന്നുമില്ല. മുന്നൊക്കെ അത് ഉണ്ടായിരുന്നു. അങ്ങനത്തെ പ്രശ്നം പെട്ടെന്ന് കിട്ടുന്നുണ്ട്. നോർമലി ഒരു ഓയിൽ സർവീസിനൊക്കെ ആണെങ്കിൽ ഒരു 12,000 രൂപ ആ റേഞ്ചിലൊക്കെ വരും. അത്രേ വരുള്ളൂ. ഓക്കെ, അപ്പോൾ ജനറൽ സർവീസിൻ്റെ കാര്യമാണ് പറഞ്ഞത്. വെറും ഫിൽട്ടർ ചേഞ്ചിങ്, ഓയിൽ ചേഞ്ചിങ് അല്ലേ, അതിൻ്റെ കാര്യം മാത്രമാണ് പറഞ്ഞത്. ബാക്കി അഡീഷണൽ കോസ്റ്റ് വരും, കാരണം സ്കോഡയാണ് ബ്രാൻഡ് അല്ലേ? ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ആ സൂപ്പർബിൻ്റെ അനിയൻ വന്നു. ഓഡി A4 ആണ്. എല്ലാം ഒരേ കമ്പനികളിൽ, സ്കോഡ, ഓഡി, ഫോക്സ് വാഗൺ ഇതെല്ലാം അല്ലേ? ഓക്കെ, A4 ഇതെങ്ങനെയാ? കേരള ഒറിജിനൽ കേരളമാണ്. ഓക്കെ, 2013 പ്രീമിയം ആണ് വണ്ടി. പ്രീമിയം. ഓക്കെ, പിന്നെ 1,10,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണറിലാണ് കാറ്. പിന്നെ വണ്ടി അത്യാവശ്യം മെയിൻറ്റൈൻഡ് ആണ്, പ്രോപ്പർ പോയിട്ടുണ്ട് അല്ലേ? സർവീസ് അവസാനത്തെ സർവീസൊക്കെ പുറത്ത് ആണ് ഓതറൈസ് സെന്ററിലാണ് ചെയ്തേക്കുന്നത്. ചെയ്തിട്ടുണ്ട്. അല്ല, അതിന്റെ ഹിസ്റ്ററി അതിനകത്ത് അവൈലബിൾ ആണ്. വെച്ചാൽ അതിനകത്തുള്ള നമുക്കിപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഓയിൽ ചേഞ്ച് ചെയ്തേക്കുന്നതിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ഓക്കെ, പിന്നെ അറിയാം A4 യാത്രാസുഖം, നല്ല യാത്രാസുഖമുള്ള കാറാണ്. ചെറിയ ബഡ്ജറ്റിൽ ഒരു നല്ല പ്രീമിയം കാർ. മൈലേജും കിട്ടും. ഒരു 15-18 റേഞ്ച് മൈലേജ് ഉണ്ടാവും. 15ന്റെ മുകളിലൊക്കെ ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, ലോങ്ങൊക്കെ പോകുകയാണെങ്കിൽ ഒരു 18 മൈലേജ് കിട്ടും. നേരത്തെ സൂപ്പർബിനേക്കാൾ കോസ്റ്റ് കുറഞ്ഞൊരു വണ്ടിയാണ് അല്ലേ ശരിക്കും പറയുകയാണെങ്കിൽ? ഓക്കെ, ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. എത്ര ഇപ്പോൾ? ഇത് നമ്മൾ 10,90,000 രൂപയാണ്. 10,90,000 ഒറിജിനൽ കേരള 2013 പ്രീമിയം ഈ ഒരു ഓഡി A4 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോണ് 10 ലക്ഷം കിട്ടുമോ? ലോൺ എല്ലാ ബാങ്കും ചെയ്യൂല. ആദ്യത്തെ ചില ബാങ്കുകളാണ് ചെയ്യുക. എന്നാലും 10 ലക്ഷം രൂപ അടുപ്പിച്ചിട്ട് നമുക്ക് കിട്ടും. 13,000 13,000. ഓക്കെ, നോക്കാം. ഒറിജിനൽ കേരള വണ്ടിയാണ്. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് മെർസിഡസ് ബെൻസ് E-Class E250 അല്ലേ? ഡീസൽ. അതെ, ഡീസലാണ്. ഇത് നിങ്ങൾ കാണുമ്പോൾ സിൽവറാണ് ഇതിൻ്റെ ഒറിജിനൽ കളർ. ഈ ക്യാമറ കാണുമ്പോൾ വൈറ്റ് പോലെ തോന്നുന്നു, ലൈറ്റിൻ്റെ പ്രശ്നമാണ്. ഓക്കെ, നമ്മൾ ഇന്ത്യൻ റഷ്യൻ കാണുമ്പോൾ കറക്റ്റ് മനസ്സിലാവും. എങ്ങനെ ഡീറ്റെയിൽ? ഇത് ഡീറ്റെയിൽ വരുന്നത് 2013 79,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇതിന് ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറയുന്നത് 2.5 വർഷമായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന വണ്ടിയാണ്. പേഴ്സണൽ യൂസ് ചെയ്ത് ഞങ്ങൾ ഉപയോഗിച്ചിരുന്ന വണ്ടിയാണ്. കാറുകൾ കാണാനും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പേഴ്സണൽ ഉപയോഗത്തിനും ഓഫീസ് ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന കാറാണ്. അപ്പോൾ അറിയാലോ എങ്ങനെയുണ്ട് വണ്ടി. നല്ല കാറാണ്, നല്ല കാറാണ്. കാരണം വെച്ചാൽ അത്യാവശ്യം മൈലേജ് ഉള്ളതിന്റെ പേരിലാണ് ഞങ്ങൾ കീപ്പ് ചെയ്ത് ശരിക്കും പറഞ്ഞത്. നിങ്ങൾ ഇവിടുത്തെ കമ്പനി തന്നെ സർവീസ് ചെയ്തോ അല്ലെങ്കിൽ പുറത്ത് ചെയ്തോ? നമ്മളിവിടെ ഓതറൈസ്ഡ് ഒരു സെന്റർ ഉണ്ട്. അവരടുത്തന്നെ ചെയ്യാറ്. അവർ പക്കയായിട്ട് ചെയ്യാറുണ്ട്. പിന്നെ കുഴപ്പമില്ല. ഇപ്പോൾ എടുക്കുന്നവരെന്ന് വെച്ചാൽ നമ്മൾ വേറെ ചിലപ്പോൾ ഡൽഹി വണ്ടിയൊക്കെ കാണിക്കുമ്പോൾ 2 ലക്ഷം 3 ലക്ഷം ബെൻസ് എടുത്തിട്ട് അത് കമ്പനി കൊണ്ടുപോകും സർവീസ് സെന്ററിലേക്ക്. ഒരു പാർട്ട് പറഞ്ഞെങ്കിൽ നിങ്ങൾ ബെൻസ് വാങ്ങിയതിനേക്കാൾ പൈസ വരും. അപ്പോൾ അങ്ങനത്തെ വണ്ടിയൊക്കെ വെച്ചാൽ പുറത്ത് ഒരുപാട് വർക്ക്ഷോപ്പ് ഉണ്ട്. ഇപ്പം ഇങ്ങനത്തെ നന്നായിട്ട് ചെയ്യുന്ന വിശ്വസിക്കാൻ പറ്റുന്ന ആളുകൾ. അതെ, അടിപൊളിയായിട്ട് ചെയ്ത് തരും. അവിടെ ഒക്കെ കൊണ്ടുപോയി ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ
ബാക്കി കാര്യങ്ങൾ എങ്ങനെയുണ്ട്? ബാക്കി ഇതിന്റെ ഫ്രണ്ട് ഗ്ലാസ് ഞങ്ങൾ എടുക്കുമ്പോൾ തന്നെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. വെച്ചാൽ ഒരു ചെറിയ ക്രാക്ക് ഹിസ്റ്ററിയിലുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വേറെ ഒന്നും മാറിയിട്ടില്ല. ഇതിപ്പോ പോണ്ടിച്ചേരി രജിസ്ട്രേഷൻ ഇപ്പൊ പിവയിലാണ്. എവിടെ, മാഹിയാണോ അതോ അവിടെ തന്നെ? അവിടത്താണ്, പോണ്ടിച്ചേരി തന്നെയാണ്. ഓക്കെ. എന്റെ അനിയന്റെ പേരിൽ തന്നെയാണ് കാർ. ഓക്കെ. പൊതുവെ നല്ല മൈലേജ് കിട്ടൂല്ലേ? മൈലേജ് തന്നെയാണ്, അതുകൊണ്ടാണ് ഞങ്ങളും ഇത്രയും കാലം കീപ്പ് ചെയ്തത്. A4 മൈലേജ് മൈലേജും കിട്ടും. ഓക്കെ. മെയിൻ്റനൻസും കമ്പാരിറ്റീവ്ലി കുറവാണല്ലേ സെക്ഷനിൽ. ഈ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ കുറഞ്ഞ മെയിൻ്റനൻസ് വരുന്ന ഒരു വണ്ടിയാണ്. A4ഉം ഈ ക്ലാസ്സും രണ്ട് സെഗ്മെന്റ് ആണ്. പക്ഷെ എന്നാലും കുറച്ചും കൂടി നമുക്കൊരു പ്രിവിലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ്. എവിടെയെങ്കിലും ചെന്നാൽ ഒരു വെയിറ്റ് കിട്ടുന്ന ഒരു വണ്ടി തന്നെയാണ്. അപ്പൊ ലോഗോ കണ്ടാൽ പോരെ? ലോഗോ തന്നെയാണ്. ഇതേ ലുക്ക് തന്നെയല്ലേ ഏകദേശം? സി ക്ലാസിന്റെ 14-ന് ശേഷമുള്ള കാറുകളൊക്കെ ഇതേ ലുക്ക് തന്നെ ഫ്രണ്ട് അല്ലേ? ഓക്കെ. പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാക്കാം. ഉള്ളിലെ മാറ്റമുണ്ട്, ഡാഷ്ബോർഡിലെ കാര്യങ്ങളൊക്കെ മാറ്റമുണ്ട്. ഓക്കെ. അപ്പോൾ ഇത് നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് 11,25,000 രൂപയാണ്. 11,4 ലക്ഷം. ഇത് പിന്നെ മാറേണ്ട ആവശ്യം വരില്ല അല്ലേ? ഇല്ല, ഇത് നമുക്ക് അവിടെ തന്നെ ചേഞ്ച് ചെയ്യാം. ഇവിടേക്ക് ചേഞ്ച് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ചേഞ്ച് ചെയ്തു കൊടുക്കും. അത് എത്ര കോസ്റ്റ് വരും? നമ്മൾ എങ്ങനെയായാലും ഒരു 3 ലക്ഷത്തിനോട് അടുക്കും. ഒരു 2.25-3 അത്രയും വരും. 2,70,000. അപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയ നല്ലൊരു ബെൻസ് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയൊരു വാഹനമാണ്. ഓക്കെ. ഇപ്പോൾ എല്ലാം വർക്കിംഗ് അല്ലേ? എല്ലാം വർക്കിംഗ്. അടുത്ത വണ്ടി ഒരു കോമ്പാക്ട് SUV ജീപ്പ് കോമ്പസ് KL 75 രജിസ്ട്രേഷൻ വാഹനം. എങ്ങനെ ഡീറ്റെയിൽ? 2021 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക് വാഹനമാണ്. ജീപ്പ് കോമ്പസിന്റെ സ്പോർട്ട് വേരിയന്റ് ആണ്. സ്പോർട്ടാണ് വേരിയന്റ്. ഓക്കെ. ന്യൂ ഷേപ്പാണ് കേട്ടോ. ന്യൂ ഷേപ്പാണ് വരുന്നത്. ഓക്കെ. സ്റ്റാർട്ടിംഗ് വേരിയന്റ് ആണ്. പക്ഷേ ഓൾമോസ്റ്റ് സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള കമ്പനി പോലെയല്ല, എല്ലാ ഫീച്ചേഴ്സും വരും ഓൾമോസ്റ്റ്. ഇല്ലാതെ പുഷ് ബട്ടൺ ടോപ്പിലേക്ക് പോകുമ്പോൾ അല്ലേ? പിന്നെ അലോയ്സിൽ ചേഞ്ച് വരുന്നു അല്ലേ? അലോയ്സ് ആണ് വണ്ടി, പക്ഷേ അലോയ്സിൽ ചേഞ്ച് വരും. പിന്നെ ലെതർ സീറ്റ്സ് വരുന്നില്ല, ഫാബ്രിക് ആണ്. ഓക്കെ. അത്ര മാറ്റമുള്ളൂ. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനം തന്നെയാണ്. ഓക്കെ. ഓട്ടോമാറ്റിക് ആണ്. അണ്ടർ വാറണ്ടിയാണ്. എത്ര വരെ? 2026 വരെ. 26 വരെ കമ്പനി വാറണ്ടി കിട്ടും അല്ലേ? ഓക്കെ. അപ്പോൾ ധൈര്യത്തിൽ കൊണ്ടുപോകാം എന്തായാലും. എത്ര കൊടുക്കരുത്? 13,90,000 രൂപ. 13,90. ഓട്ടോ എത്രയാ പറഞ്ഞത്? 30,000 ഓടിയിട്ടുള്ളൂ. 30,000 മാത്രം അല്ലേ? ഓക്കെ. 13,90. പെട്രോൾ ഓട്ടോമാറ്റിക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബഡ്ജറ്റിൽ നല്ലൊരു അട്രാക്ഷൻ. 13. സിംഗിൾ ഓണർഷിപ്പ് അല്ല? സിംഗിൾ ഓണർഷിപ്പ് അണ്ടർ വാറണ്ടിയിൽ നിൽക്കുന്ന വാഹനമാണ്. 13,90 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു 13 വരെയൊക്കെ ലോൺ കിട്ടും. ഉറപ്പായിട്ടും കിട്ടില്ല, മാക്സിമം കിട്ടുന്നുണ്ട്. ഓക്കെ. 1.4 ആണല്ലേ വരിക? എഞ്ചിൻ CC വരിക 1.4 ആണ്. മൈലേജ് എങ്ങനെ? ഇത് മൈലേജ് ഒരു 10-12ന്റെ ഉള്ളിൽ തന്നെ പ്രതീക്ഷയാണ്. ഓക്കെ. അടുത്തത് ഒരു മൈലേജിന്റെ പടക്കുതിര ഡീസൽ അൾട്രോസ് ആണ്. KL 40 പെരുമ്പാവൂർ രജിസ്ട്രേഷൻ വാഹനം. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2022 ആണ്. എക്സഡ് ആണ് വേരിയന്റ്. പിന്നെ ഡീസൽ മാനുവൽ ആണ്. സിംഗിൾ ഓണർ. 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 30,000 മാത്രമേ ഓടിയിട്ടുള്ളൂ അല്ലേ? 2022 ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? 8 മാസം കഴിഞ്ഞു. വാറണ്ടി കഴിഞ്ഞു, അതാണ് പറഞ്ഞത്. ഓക്കെ. ഡീസലിന് ലോ കിലോമീറ്റർ വണ്ടി എന്ന് പറയുന്നത് ആ ഒരു വർഷത്തിനെ സംബന്ധിച്ച് മൈലേജ് 20ന്റെ മുകളിലാണ്. 20ന്റെ മുകളിൽ തന്നെ കിട്ടുന്നത്. ഓക്കെ. ക്ലെയിമും കാര്യമൊന്നുമില്ല? ഒന്നുമില്ല. ഓക്കെ. എക്സെറ്റ് ടോപ്പിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. എത്ര രൂപ ചോദിക്കും? 750. 7.5 ലക്ഷത്തിന് ഡീസൽ അൾട്രോ സേഫ്റ്റിയും വരുന്നൊരു കാറാണ്. 2022 മോഡൽ എക്സെഡ്. ഓക്കെ. ലോണും ഏകദേശം ഒരു 6.57 അടുപ്പിച്ചിട്ടൊക്കെ മേടിക്കാൻ പറ്റും. 6.5 എന്തായാലും മേടിക്കാം. ഓക്കെ. അടുത്തത് ഒരു സെഡാൻ കാറ്റഗറി ഹോണ്ട സിറ്റി ആണ്. KL 2 കൊല്ലം വണ്ടിയാണ്. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2017 ആണ്. ZX ഏറ്റവും കൂടിയ വണ്ടി. ഓക്കെ. ഓട്ടോമാറ്റിക് ആണ്. സൺറൂഫ് ശരിക്കും പറഞ്ഞാൽ VX-ന് ZX-ന് വരുന്നുണ്ട്. പക്ഷെ ഇത് ZX ആണ്. ഏറ്റവും കൂടിയ വേരിയന്റ് ആണ്. ഓട്ടോമാറ്റിക്കലി 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 17 മോഡൽ അല്ലേ? 17 മോഡൽ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. 40,000 വളരെ ലോ കിലോമീറ്റർ ആണ് ആ വർഷം വെച്ച് നോക്കുകയാണെങ്കിൽ. സിംഗിൾ ഓണർഷിപ്പ്. പ്രോപ്പർ സർവീസ് പോയിട്ടുണ്ടല്ലേ? ഓക്കെ. വലിയ മെയിൻ്റനൻസ് സൈഡ് ഒന്നും പേടിക്കണ്ടാത്ത, എന്നാലും അത്യാവശ്യം മൈലേജ് കിട്ടുമല്ലോ. ഒരു 13-14 അറേഞ്ച് കിട്ടുമല്ലേ? ഓക്കെ. CVT ഗിയർ ബോക്സ് ആണ് വരിക. അപ്പോൾ സിമ്പിളായിട്ട് കൊണ്ടു നടക്കാൻ പറ്റിയ നല്ലൊരു സെഡാൻ കാറ്റഗറി. എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? 8,75,000 രൂപയ്ക്ക് ലോ കിലോമീറ്റർ 40,000 മാത്രം ഓടിയ 2017 ZX ഏറ്റവും ടോപ്പിൻ്റെ. VX അല്ലേ? ZX ആണ്. കിലോമീറ്റർ പറയുമ്പോൾ പലപ്പോഴും സംശയം വരും. കറക്റ്റ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് കേട്ടോ. കറക്റ്റ് ഹിസ്റ്ററി. ഓക്കെ. അത്രയും കുറഞ്ഞ കിലോമീറ്റർ ഓടിയതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു മാർക്കറ്റിൻ്റെ വേരിയേഷൻ എന്തായാലും ഉണ്ടാവും. പിന്നെ ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പ് എന്നാണ്. ഓക്കെ. ലോണ്
ലോൺ എന്തായാലും ഒരു 7 എന്തായാലും പ്രതീക്ഷിക്കാം. അത് ഇനിയിപ്പോൾ പ്രൊഫൈല് കുറച്ചും കൂടി നല്ല പ്രൊഫൈൽ ആണെങ്കിൽ ഒരു 7.5 വരെയൊക്കെ നമുക്ക് എന്തായാലും കിട്ടും. ചാൻസ് ഉണ്ട്. ഇതാ ഒരു ന്യൂ ഷേപ്പ് ക്രെറ്റ KL 22 രജിസ്ട്രേഷൻ. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? 2022 മോഡലാണ്, ബേസ് മോഡലാണ് വണ്ടി. ഇതിനകത്ത് എക്സ്ട്രാ അലോയ് വീൽസ്, നല്ല കോസ്റ്റ്ലി അലോയ് വീലും ചെയ്തിട്ടുണ്ട്. ഒരു സിസ്റ്റവും ചെയ്തിട്ടുണ്ട്. സിസ്റ്റം ഉണ്ട്, ആൻഡ്രോയിഡ് സിസ്റ്റം ഉണ്ട്. ഓക്കെ. സീറ്റ് ലെതർ സീറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് 3 വർഷമായിട്ടേ ഉള്ളൂ, 8ാം മാസം തന്നെയാണ്. ഓക്കെ. വേറെ ആക്സിഡൻസോ കാര്യങ്ങളൊന്നുമില്ല. ലോ കിലോമീറ്റർ ആണ്, 25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 25,000. പെട്രോളോ? ഡീസൽ മാനുവൽ ബേസ് മോഡലാണ്. പക്ഷെ ബേസിൽ തന്നെ ക്രെറ്റയിലൊക്കെ എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും എല്ലാം വരുന്നുണ്ട് ഓൾമോസ്റ്റ്. ഓക്കെ. അലോയ്സ് ആഡ് ചെയ്തായാലും സൈഡ് പ്രൊഫൈൽ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ലുക്കാണ് അല്ലേ? എത്ര ഇനിയിപ്പോൾ ചോദിക്കുന്നത്? 12,20,000 രൂപ. 12.5 ലക്ഷത്തിന് ഡീസൽ മാനുവൽ ക്രെറ്റ 2022 മോഡൽ കൊണ്ടുപോകാം. 25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. മൈലേജ് എത്ര കിട്ടും? മൈലേജ് എന്തായാലും 20 അടുപ്പിച്ച് കിട്ടും. കിട്ടൂല? 100% കിട്ടും. ഓക്കെ. ഇനി ക്രെറ്റ വേണ്ടാത്തവർക്ക് സെൽട്ടോസ് എടുക്കാം. KL 41 ആലുവ രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. ഒരു ഓറഞ്ച് കളറൊക്കെ കാണുന്നുണ്ടല്ലോ. അത് ആനിവേഴ്സറി എഡിഷൻ ആണ്. HTX ആണ്. HTX ആണ് ഓപ്ഷൻ അല്ലേ? HTX പ്ലസിൽ ആനിവേഴ്സറി എഡിഷൻ ആണ്. X പ്ലസ് ഉണ്ടോ അതോ X ആണോ? X പ്ലസ് ആണ്. X പ്ലസ് ഉണ്ട്. ഓക്കെ. ഓൾമോസ്റ്റ് ഡീസൽ മാനുവൽ ആണ്. ഓൾമോസ്റ്റ് GT ലൈനോടൊക്കെ അടുത്ത് നിൽക്കണ വേരിയന്റ് ആണെന്ന് തന്നെ പറയാം. സാധാരണ GT ലൈൻ HTX വൈറ്റ് ആണ് ഇന്റീരിയർ വരാ. ആനിവേഴ്സറി എഡിഷനിൽ ബ്ലാക്ക് ആണ് ഇന്റീരിയർ. ബ്ലാക്ക്. അതിന്റെ കൂടെ ഈ ഓറഞ്ച് പാഡിലൊക്കെ അവിടെ ഇവിടെ ഒക്കെ ഉണ്ടാവും അല്ലേ? 68,000 കിലോമീറ്ററിന് ഓടിയേക്കണ്. മാനുവൽ. ഏതാ മോഡല്? 2021 മാനുവൽ ഡീസൽ വാഹനമാണ്. 68,000 കിലോമീറ്റർ, സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ. ഇതിൽ സീറ്റ് വെന്റിലേഷൻ ഉണ്ടാവില്ല, ആ ഒരു വ്യത്യാസം വരുന്നുള്ളൂ തോന്നുന്നു അല്ലേ ടോപ്പിലേക്ക് പോകുമ്പോൾ? ഓക്കെ. അലോയ്സിൽ ചെറിയ മാറ്റം വരുമോ ടോപ്പിലേക്ക്? ഇല്ല, അലോയ്സ് നോർമൽ HTX സിൽവർ മറ്റേ ബീച്ച് കളർ വൈറ്റ് ആണ് വരെ, ഇത് ബ്ലാക്ക് ആണ് വരുന്നത്. ഓക്കെ. ഓക്കെ. അപ്പോൾ മൈലേജ് ഉണ്ടാവും, 18-19 മൈലേജ് കിട്ടും. ഡീസൽ മാനുവലാണ്. ക്രെറ്റ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ സെയിം സാധനമാണ്. എത്രയാണ് നമ്മളിപ്പോൾ ചോദിക്കുന്നത്? പ്രൈസ് 13,40 ചോദിക്കുന്നത്. 13,40,000 രൂപയ്ക്ക് 2021 68,000 കിലോമീറ്റർ ഓടിയ HTX പ്ലസ് ആനിവേഴ്സറി എഡിഷൻ സെൽട്ടോസ് നിങ്ങൾക്ക് കൊണ്ടുപോകും. ഡീസൽ മാനുവൽ. ലോൺ എന്തായാലും ഒരു 12 ലക്ഷം രൂപ എന്തായാലും കിട്ടൂല? ഇതാ പഴയ ഷേപ്പ് ക്രെറ്റ KL 7 എറണാകുളം വണ്ടി. ഇതിന് എങ്ങനെയാ കാര്യങ്ങൾ? ഇത് 2015 ആണ്. 1,30,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഏകദേശം അതിന്റെ സീറ്റൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള സീറ്റ് ചെയ്തിട്ടുണ്ടല്ലേ? SX ആണ് വണ്ടി. പിന്നെ അലോയ് വീൽസ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ വെച്ചാൽ പുതിയ ടൈപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് അല്ലേ? ഓക്കെ. ഓക്കെ. പഴയ ടൈപ്പ് അല്ല, ഓൾറെഡി പ്രൊജക്ട് ആയിട്ടുള്ള അങ്ങനത്തെ ഒക്കെ വരും അല്ലേ? ഓക്കെ. 1:30 ഫുള്ള് കമ്പനി സർവീസ്? അത് ഇല്ല, ലാസ്റ്റ് സർവീസ് 2 പുറത്തു തന്നെയാണ് ചെയ്തേക്കുന്നത്. ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. പഴയ ക്രെറ്റയാണ്. ഇത് ഡീസലല്ലേ? ഡീസൽ മാനുവൽ തന്നെ. സെയിം. ഇതിന് കുറച്ച് മൈലേജ് കുറയും തോന്നുന്നു പുതിയതിനേക്കാളും. മൈലേജ് ഒരു 16-17 ഒക്കെ കിട്ടും. 16-17 കിട്ടും. ഓക്കെ. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് 6 ലക്ഷം രൂപ കൊടുക്കുക. 6 lakhs. 6 ലക്ഷത്തിന് നിങ്ങൾക്കൊരു ക്രെറ്റ കൊണ്ടുപോകാം. 2015 മോഡൽ ഡീസൽ മാനുവൽ വാഹനം. ലോണും നല്ല കസ്റ്റമറൊക്കെ ആണെങ്കിൽ ഫുള്ളും കിട്ടും അല്ലേ? ഓക്കെ. അടുത്ത വണ്ടി നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം മഹീന്ദ്ര ഥാർ. ഇതാ ഒരു ഡ്യുവൽ ടോൺ ഥാർ ആണ് അല്ലേ? അതെ. എങ്ങനെയാ ഡീറ്റെയിൽ? 2021 ആണ്. 40,000 കിലോമീറ്റർ ഓടിയേക്കണ സിംഗിൾ ഓണർ കാറാണ്. ഈ കാണുന്ന പോലെ തന്നെ കുറച്ച് ഫിറ്റിംഗ്സ് ഉണ്ട്. ലെതർ സീറ്റ്സ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. പിന്നെ ഹാൻഡിൽസ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ഓക്കെ. വണ്ടി കാണാൻ ലൈറ്റ് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് അഡീഷണൽ. ഓക്കെ. 21 40,000 ലോ കിലോമീറ്റർ ഓട്ടാണ്. 4x4 മാനുവൽ 4x4 മാനുവൽ ഡീസൽ ഥാർ അല്ലേ? ഓക്കെ. അപ്പോൾ വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ല. ഫുള്ള് സർവീസ് കമ്പനിയാണ്. എല്ലാം പ്രോപ്പർ ആയിട്ട് സർവീസ്, പ്രോപ്പർ സർവീസ് പോയിട്ടുണ്ട്. ഓക്കെ. എത്ര കൊടുക്കാം നമുക്കിത്? ഒരു 14,45 കൊടുക്കാം. 14,75,000 2021 40,000 കിലോമീറ്റർ മാത്രം ഓടിയ സിംഗിൾ ഓണർഷിപ്പ് ഥാർ 4x4 ഡീസൽ മാനുവൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോൺ എത്ര കയറും? ലോൺ ഒരു 13 എന്തായാലും കിട്ടും. 13 ലക്ഷം. കുറച്ചും കൂടിയൊക്കെ നമുക്ക് വേണമെങ്കിൽ കസ്റ്റമർ ഒരു പ്രൊഫൈൽ അനുസരിച്ചിട്ട് കുറച്ചും കൂടിയൊക്കെ കൂടുതൽ മേടിക്കാം. ഓക്കെ. അപ്പോൾ എന്തായാലും തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് അല്ലേ? കുറച്ചും കൂടി വണ്ടികളുണ്ട്, കാണിക്കാൻ സമയമില്ലാത്തതിന്റെ പേരിൽ കാണിക്കണില്ല. എന്തായാലും കൂടുതൽ വണ്ടിയായിട്ട് അധികം വൈകാണ്ട് തന്നെ വരാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് വണ്ടി വേണമെന്ന് ഇങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യാം. അതായത് പ്രീമിയം മാത്രമല്ല, ചെറുവണ്ടികളും ഇല്ലേ? ഉണ്ട്. ഒരു 10 ലക്ഷത്തിന്റെ താഴെയുള്ള 5 ലക്ഷം രൂപയുടെ താഴെയുള്ള വണ്ടികളുണ്ട്. അതുകൊണ്ട് അല്ലേ? ഓക്കെ. ഏത് വേണമെന്നുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്തോളൂ. TG7 കോൺടാക്ട് നമ്പർ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിൽ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. കൊടുങ്ങല്ലൂരാണ് ലൊക്കേഷൻ വരുന്നത്, തൃശ്ശൂർ ജില്ലയിൽ. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. ബാക്കി വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നത്തെയും പോലെ തന്നെ സപ്പോർട്ട് തരിക.
ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. എല്ലാവർക്കും ഹാപ്പി ഓണം. ഹാപ്പി ഓണം. താങ്ക് യു. താങ്ക് യു. ബൈ.